എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എ ഐയുടെ കാലഘട്ടം ഇന്ന് ഏതാണ്ട് ഒരു 1500ഓളം എ ഐ ലോകത്ത് ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പർട്ടിക്കുലർലി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് മാറ്റമുണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ എ ഐ പഠിക്കേണ്ടതിൻ്റെ ഒരു അത്യാവശ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ ഈ കോർ സ്ട്രാറ്റജി പലപ്പോഴും CFMൽ എ ഐയുടെ ഉപയോഗം വരുമ്പോൾ അപ്പോൾ അതൊരു പ്രധാനമായിട്ട് നമുക്കതുകൊണ്ട് വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സമയം ലാഭിക്കുക എന്നുള്ളതാണ് ഓട്ടോമേഷൻ കൊണ്ടുവരുമ്പോൾ. പിന്നെ മിസ്റ്റേക്കുകൾ വരുന്നത് നമുക്ക് തീരെ കുറയ്ക്കാനായിട്ട് പറ്റും. ഭയങ്കര ആക്യുറസി വരും. വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഓട്ടോമേഷനും ആക്യുറസിയും ആക്സിലറേഷനും ഒക്കെ വരുമ്പോൾ ഈ ഫേമിൻ്റെ ഒരു വർക്ക് ഫ്ലോ മാപ്പിംഗ് അപ്പോൾ അതൊരു വളരെ നല്ല രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ക്ലയൻറ്റുകളെ എപ്പോഴും നമുക്ക് പുതിയ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഓൺ ബോർഡ് ചെയ്യുക, അവരുടെ ഡേറ്റ കളക്ട് ചെയ്യുക, അവരുടെ അക്കൗണ്ടിങ്, GST, ഓഡിറ്റ് കംപ്ലയിൻസസ്, റിപ്പോർട്ടിങ്, പിന്നെ അഡ്വൈസറി, പിന്നെ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് വളരെ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് എ ഐ ഏൽപ്പിക്കാം. അപ്പോൾ ഏതൊക്കെ എ ഐ ആണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരും ഇല്ലെങ്കിൽ ഈ ഏരിയയിൽ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടുതൽ സമയം ചിലവഴിച്ചത് കാണണം. ഇതിന് ശേഷവും കാരണം യാത്രക്കിടയ്ക്കൊക്കെ ആണെങ്കിലും ഇത് ഫുള്ളൊന്ന് കേട്ടതിന് ശേഷം എ ഐയിലേക്ക് പെട്ടെന്ന് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ജനറലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ChatGPT പോലുള്ള ക്ലൗഡ് പോലുള്ള ഇല്ല പെർപ്ലക്സിറ്റി AI പോലുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നൊരു വൈകിട്ട് ഒരു 8:30 മുതൽ 10 മണി വരെ വരുന്നൊരു സെഷനാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ലിറ്ററസി കുറവുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് ചെറിയ കൺസൾട്ടിങ് കൊടുത്ത് അവരെ ആ രീതിയിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിനകത്ത് ഇതിനകത്തും നമ്മൾ എക്സ്പെർട്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് വേണ്ടി പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് അതിനകത്തുണ്ടാവും. അതുകൂടാതെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസേഴ്സും ഉണ്ടാവും, എ ഐയുടെ എക്സ്പെർട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. അപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മേഖലയിലും അതാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മേഖലയിൽ കൂടുതൽ എ ഐ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കിയുള്ളവരെ ഗൈഡ് ചെയ്യാനായിട്ടും ആവശ്യമുണ്ട്. അപ്പം അവർക്കാണെങ്കിലും ബന്ധപ്പെടാം. അപ്പോൾ ഇതിനകത്ത് കാണുന്ന വാട്സപ്പിലേക്കൊരു നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ വളരെ എളുപ്പമാകും. അപ്പോൾ കണക്ട് ചെയ്യാനും വരാനും. ഇപ്പോൾ ഈ പറഞ്ഞ മുതിർന്നൊരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം നല്ല ഇത് കാണും. ഇപ്പോൾ അഡ്വക്കേറ്റ്സിന് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവന്ന് ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രായത്തിലുള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലേക്കൊന്ന് കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതൊന്ന് ശരിയാക്കിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഘട്ടമായിട്ടാണ് നമ്മളിപ്പം ഓൺ ബോർഡിങ് ചെയ്യേണ്ടതും ക്ലയൻറ്റിനെ കൊണ്ടുവന്നതും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിലും ഇതിലോട്ട് പോകുന്നതും. അപ്പോൾ ഡേറ്റയ്ക്ക് വരാവുന്ന പിഴവുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ചാറ്റ് ബോട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു പല വിധത്തിലുള്ള ഓട്ടോമേഷനുണ്ട്. ഇപ്പോൾ സോഹോ, നോഷൻ AI അതായത് വളരെ പ്രായോഗികമായിട്ടുള്ള വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അവരുടെ പ്രൊഫഷണൽ എത്തിക്സിനകത്ത് നിലനിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ. എന്നാൽ പിന്നെ അവരുടെ വിസിബിലിറ്റി ലോകം അറിയുകയും വേണം. ഓക്കെ, പിന്നെ KYC ചെക്ക് ലിസ്റ്റ് പോലുള്ളത് എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈ വളരെ പ്രൊഫഷണൽ ഇംപ്രഷൻസ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷൻ ലാഭകരമാക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഡേറ്റ കളക്ഷനും ഇപ്പോൾ മാനുവൽ എൻട്രിയൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇൻവോയ്സിലൊക്കെ വരാവുന്ന എറേഴ്സ് എല്ലാം അപ്പോൾ ഈ OCR ടൂൾസ് വച്ചിട്ട് അപ്പോൾ ഡെക്സ്റ്റ്, മോണോനെറ്റ്, ഓട്ടോ എൻട്രി എന്നൊക്കെ പറയുന്ന ഓരോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ OCR വെച്ചിട്ട് നമുക്കത് പെട്ടെന്ന് നടപ്പിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വാട്സപ്പ്, ഇമെയിൽ വഴിയും ഇൻവോയ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനകത്തോട്ട് കയറ്റിയെടുക്കാനും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടും ഒക്കെയുള്ള നമ്മൾ ബാങ്കിൽ നിന്ന് വരുന്ന ഡേറ്റ നേരിട്ട് തന്നെ CRMനകത്തോട്ട് പോകുന്ന APIകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെയുള്ള വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് GST റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വർക്ക്, റെക്കൺസിലിയേഷന്, കോംപ്ലക്സിറ്റി. അപ്പോൾ വ്യാപാറിൻ്റെ ടാക്സ് ഓൺലൈൻ, ക്ലിയർ ടാക്സ്, ടാലി പ്രൈം എന്നൊക്കെയുള്ള എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ GST ഓട്ടോ റെക്കഗ്നേഷൻ ഇതൊക്കെ എനേബിൾ ചെയ്യുക, മിസ്മാച്ച് ചെയ്യുന്ന നമുക്ക് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ബൾക്ക് GST ഫയലിംഗ് സ്കെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റുക. ഫലം നമുക്ക് 80% വർക്ക് ലോഡ്, 80% വർക്ക് ലോഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ എല്ലാ ഇതിനെക്കുറിച്ചും AI പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ യാത്രക്കിടയിലൊക്കെ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ആകുമ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇരിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഓഡിറ്റ്, കംപ്ലയൻസസ്, പിന്നെ വലിയ ഡേറ്റ മാനുവലി ചെക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഓഡിറ്റ് 360, മൈൻഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ AI, പിന്നെ കേസ് വെയർ എന്നൊക്കെ പറഞ്ഞ AI ഉണ്ട്, ലെഡ്ജർ AI ഉണ്ട്. സ്കാൻ ചെയ്ത് അനോമലീസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ എടുത്ത് കാണിക്കും. ഓഡിറ്റ് ചെക്ക് നമുക്ക് റിസ്ക് ഇല്ലാതെ, ചാർട്ടേഡ് അക്കൗണ്ടിന് റിസ്ക് ഇല്ലാതെ ഫാസ്റ്റർ ആൻഡ് മോർ ആക്യുറേറ്റ് ഓഡിറ്റുകൾ ചെയ്യാനായിട്ട്, റിപ്പോർട്ടിങ് ചെയ്യാനായിട്ട്, അഡ്വൈസറി കൊടുക്കാനായിട്ട്, പെട്ടെന്ന് കിട്ടുന്ന ഡേറ്റയ്ക്കകത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടാനായിട്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയൻ്റ് ആയിട്ടുള്ള കമ്പനികളെ ഈ AI വെച്ചിട്ട് ഓൺ ബോർഡ് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതാത് സമയത്ത് അവർക്ക് പരിഹാരം കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പവർ BI ഉണ്ട്, പിന്നെ ടാബ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, പാദം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള പ്രായോഗിക മാർഗ്ഗങ്ങൾ ഒരു ഡാഷ്ബോർഡായിട്ട് നമുക്ക്, അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ വിഷ്വലൈസേഷനൊക്കെ നേരിട്ട് നടത്താം. ഇപ്പം എന്നെക്കറിഞ്ഞും കൂടുതൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മളിപ്പം മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ഡിസംബറോട് കൂടി നമ്മൾ കറക്റ്റ് ചെയ്തു, ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെല്ലാം അതിനെല്ലാം ആക്യുറസി വരുത്തി ഓഡിറ്റ് റെഡി ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഏപ്രിലിൽ പിന്നെ ഈ GST ഡേറ്റയോടെ കിട്ടുന്നതോടുകൂടി പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഒരു സെപ്റ്റംബർ മാസം ലാസ്റ്റാണ് നമ്മുടെ ക്ലയൻറ്റിനെ അലേർട്ടാക്കി ഇതിൽ മാത്രം നിൽക്കുന്നു. അപ്പോൾ CS ഓവർ സ്ട്രെസ്ഡ് ആയിട്ട്, പിന്നെ ഫെമി ജോലി ചെയ്യുന്ന എല്ലാവരും ഓവർ സ്ട്രെസ്ഡ് ആയിട്ടിരുന്നുകൊണ്ട് റിസ്ക് എടുത്ത് ആ സമയത്ത് ആ വർക്ക് അങ്ങ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പക്ഷേ ക്ലയൻറ്റിനെ ഓൺ ബോർഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ AI കൂടെ നമ്മൾ ഇത് കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്കത് ചെയ്ത് കിട്ടുകയും, തന്നെയല്ല നമുക്കൊരു പോസ്റ്റ്മോർട്ടത്തിന് പകരം ഒരു ആൻറ്റിമോർട്ടം അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ എപ്പോഴും നമ്മളൊരു കംപ്ലയൻസസിന് മാത്രം സെപ്റ്റംബറിൽ കൊണ്ടിട്ട് ചെയ്യുമ്പം ഉണ്ടാകുന്ന ശരിക്കും ഇതൊരു എക്സ്പെൻസാണ്. പക്ഷേ നമ്മൾ ഡിസംബർ മുതലേ ഇത് ചെയ്തു പോരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് പിന്നെ ഒരുപാട് ടാക്സ് ലാഭിക്കാൻ പറ്റും, ഒരുപാട് ഇൻകം ലാഭിക്കാൻ പറ്റും, തെറ്റായ വഴികൾ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട്, ഇത് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഡിലേഡ് റെസ്പോൺസസ് ഉണ്ടാകുക, അപ്പോൾ വർക്ക് ലോഡ് പരിഹരിക്കുക, ഇങ്ങനെയുള്ള. അപ്പം ChatGPT ആണെങ്കിലും ശരി, സോഹോ ആണെങ്കിലും ശരി, ഫ്രഷ് ഡെസ്ക് എന്നൊക്കെ പറഞ്ഞ ഇതാണെങ്കിൽ, അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഒരു ഇമെയിൽ ടെംപ്ലേറ്റ്സ് ഒക്കെ എടുത്ത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചാറ്റ് ബോട്ടിൽ കൂടെ തന്നെ ഫാസ്റ്റർ റെസ്പോൺസിൽ തന്നെ നമുക്ക് പോകും. ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ വളരെ അമേസിംഗ് ആയിട്ടുള്ള ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെനിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. ക്ലാസ്സൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, പക്ഷേ അതൊരു ജനറൽ ഒരു ഡിജിറ്റൽ ലിറ്ററസി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം ഡോക്ടർമാരാണെങ്കിലും അടുത്തതിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷണൽസിനെയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം പിന്നെ CFMസിനാണ് ഇത് കൂടുതലും നമുക്ക് തരാനായിട്ട് പറ്റുന്നത്. പിന്നെ സോഹോ ബുക്സ് ആണെങ്കിലും ശരി, ടാലി പ്രൈമും ഡെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ലോഡ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ മീഡിയം CFMസിലാണെങ്കിൽ നമുക്ക് ക്ലിയർ ടാക്സ്, ഓഡിറ്റ് 360, പവർ BI, ഇല്ലെങ്കിൽ സാപ്പിയർ, ഫോക്കസ് ഓട്ടോമേഷൻ ഒക്കെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ലാർജ് CFMൽ വരുമ്പോഴത്തേക്കും ടാക്സില, ഇല്ലെങ്കിൽ ഈ അവലാര, മൈൻഡ് ബ്രിഡ്ജ് AI, ടാബ്ലോ, ഹൈ റേഡിയസ്. അപ്പോൾ നമുക്ക് സ്കെയിലബിലിറ്റി വളരെ ഇതായിട്ട്, അനലിറ്റിക്സ് വളരെ ആക്യുറേറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 30 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പ്ലാനൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും. എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ നമുക്ക് ഒരു 1/5 ആയിട്ട് കുറയ്ക്കാനായിട്ട് പോകും. റെപ്പറ്റേറ്റീവ് ടാസ്കുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത്, അപ്പോൾ അതിൻ്റേതായ ടൂളുകൾ ഉപയോഗിച്ച്, അപ്പോൾ ചിലതിനൊക്കെ ട്രയൽ വേർഷൻസൊക്കെ ഉപയോഗിച്ച് നമുക്ക്, അപ്പോൾ ടീമിന് ട്രെയിനിങ് കൊടുത്തു, അപ്പോൾ ഓട്ടോമേഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്ത് പുതിയ വരുമാനത്തിൻ്റെ മേഖലകൾ
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ എയിൽ തന്നെ ചോദിച്ചാൽ മതി. ഈ പറഞ്ഞ CA-FAMസിന് വേണ്ടിയിട്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തെല്ലാം ഈ സേവ് ചെയ്യുന്ന ടൈം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഗോള് നമ്മൾ AI ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കും. ചിലവുകൾക്കൊരു ഇപ്പോൾ ഈ പറഞ്ഞ CA-FAMസിൻ്റെയൊക്കെ ചിലവുകൾക്കൊരു പരിധിയില്ലാതെ ചിലവുകൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞ് കൂട്ടുമ്പോൾ നിങ്ങൾ ഒരുപാട് പേരുടെ പ്രോഫിറ്റൊക്കെ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ദുഃഖമായിരിക്കും വരുന്നത്. അപ്പോൾ ഈ അഡ്വൈസറി സർവീസസ് ഒരുപാട് നമ്മൾ CFO മേഖലയിലൊക്കെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. CFOയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇതുപോലെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില ഇത് മന്ത്ലി സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മുടെ ഓപ്പറേഷൻസ് കൂട്ടുവാണെങ്കിൽ ഒരു പ്രീമിയം പ്രൈസിങ്ങിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പുതിയ സർവീസിൻ്റെ മേഖലകൾ കൈയടക്കാനായിട്ട് പറ്റും. പിഴവുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് പല പരിഷ്കാരങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് CFMസിന് പറ്റും. അപ്പോൾ ടീമിനൊക്കെ ഇപ്പോഴേ തന്നെ ഇത് ട്രെയിനിങ് ചെയ്ത് തുടങ്ങാം. അപ്പം ഒരു സ്ട്രക്ചേർഡ് ഓൺ ബോണ്ടിങ് കൊടുത്തോണ്ട്, അപ്പോൾ അതുപോലെ തന്നെയല്ല നമ്മുടെ ആന്ത്രപ്രനേഴ്സിൻ്റെ ഇല്ല ക്ലയൻറ്റിൻ്റെ ആൾക്കാർക്കൂടെ ചെറുതായിട്ടൊന്ന് കൊടുത്ത് ഓൺ ബോർഡിങ് കൊടുത്തോണ്ട് ഒരു പീരിയോഡിക് ഹ്യൂമൻ വെരിഫിക്കേഷൻ. അപ്പം എപ്പോഴും ഇതിനകത്ത് പറയുന്നത് ബ്ലൈൻഡായിട്ട് നമ്മൾ AI വിശ്വസിക്കുകയല്ല, AI വേണം, നമ്മളത് പിന്നീട് നോക്കുകയും വേണം. അപ്പോൾ ഒരു AI പ്ലസ് CA ഒരു അഡ്വൈസറി എക്സ്പെർട്ട് മോഡലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റൊട്ടീൻ വർക്കെല്ലാം നമ്മൾ AI കൊണ്ട് വളരെ സ്ട്രാറ്റജിക്കായിട്ട് ചെയ്യുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട അഡ്വൈസറി മേഖലയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരുപാട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിത് AI ഒക്കെ ഇറങ്ങുന്ന കാലം മുതൽ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ എങ്കിൽ പോലും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മേഖലയിൽ ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് ഇത് പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് മൊത്തമേ കാണുകയോ കേൾക്കുകയോ ചെയ്ത് തീർത്തതിന് ശേഷം ഇത് മറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് സുഹൃത്തുക്കൾക്കും കൂടെ അയച്ചു കൊടുക്കുക. അപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടാകുമ്പോഴാണ് നമ്മളുടെ ഇതിൻ്റെ ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഇത് പഠിച്ചെടുക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇതിൽ ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഇതിൻ്റെ എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം ജനറൽ AIയിലോ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ വരുന്നവർ വളരെ വിദഗ്ധരായിരിക്കും. അവർ ഈ പറഞ്ഞ AI ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഓൾറെഡി നമുക്ക് ഈ ഒരു സഹായം കൂടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ താല്പര്യമുള്ളവരുടെ, എനിക്ക് തന്നെ ഒരുപാട് പേരുണ്ട്, എൻ്റെ സ്റ്റുഡൻസായിട്ട് തന്നെ ഒരുപാട് പേരുണ്ട്, പുറത്തൊക്കെ ഉണ്ട്. അപ്പം EYയിലൊക്കെ ഗ്ലോബലി വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കിത് ഇവിടെ നമുക്കൊന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കൊളാബറേറ്റീവ് ലേണിങ്ങിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണുള്ളതെന്ന് ഞാനൊന്ന് ജനറലി ഒന്ന് പറയാം. ഇപ്പം കോർ AI അക്കൗണ്ടിങ്ങും GST ഓട്ടോമേഷന് വേണ്ടി ഇന്ത്യയിൽ കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ക്ലിയർ ടാക്സ് എന്ന് പറയുന്ന ഇത്. അപ്പോൾ GST ഇൻകം ടാക്സും ഒക്കെ സംബന്ധമായിട്ടുള്ള കൃത്യതയും കംപ്ലയൻസസ് ഒക്കെ വളരെ കൃത്യമായി നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റുന്ന, ഇൻവോയ്സൊക്കെ പരിശോധിച്ചെടുക്കാനായിട്ട് പറ്റിയ, പിന്നെ ഈ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയ, റീകൺസിലിയേഷൻ AI ഉപയോഗിച്ച് പിഴവുകൾ കണ്ടെത്തി നമുക്ക് എടുക്കാനായിട്ട്, GSTR നമുക്ക് കറക്റ്റ് ഫയലിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ERP ആൻഡ് ടാലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസിനകത്താണത് നടക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ഇടത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ അതായിരിക്കും പ്രധാനമായിട്ട്. അപ്പോൾ GST മിസ്റ്റേക്കുകളില്ലാതെ കറക്റ്റായിട്ട് ആ സമയത്തിന് മുമ്പ് തന്നെ ചെയ്തു പോകാനായിട്ട് ഒരുപാട് സഹായിക്കും. പിന്നെ നമ്മൾ ഈ സോഹോ, അപ്പം ഞങ്ങളൊക്കെ സോഹോ ബുക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഡിറ്റർക്ക് അതിൻ്റെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അതാത് സമയത്ത് കയറി നോക്കി, ക്ലൗഡ് അധിഷ്ഠിതമായതുകൊണ്ട് നമ്മൾ ഫിസിക്കലി വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അതിനകത്ത് അക്കൗണ്ടിങ് പ്ലസ് AI ഇൻസൈറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ GST ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ വർക്ക് ഫ്ലോ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡാറ്റ അനലിറ്റിക്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. SMEക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഒരു സോഹോ ഇൻ്റഗ്രേഷൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട്, അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് വളരെ അഫോർഡബിളാണ്. ഈ ഒറ്റയാൾ ഒരു 3 പേരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നിടത്ത് ഒരാളാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടൊരു സ്ഥാപനത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറേ സ്ഥലത്ത് ക്വിക്ക് ബുക്സ് മിക്കവാറും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചാർട്ടേഡ് അക്കൗണ്ടിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, ഓട്ടോമേറ്റ് ചെയ്ത് അതിൻ്റെ AI ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ AI വളരെ സൗകര്യപ്രദമായി. അപ്പോൾ
ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ചെയ്യാനായിട്ട്, അതുപോലെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനായിട്ട്, ഇൻ്റഗ്രേറ്റഡ് ബാങ്കിൽ നിന്ന് നമുക്ക് ആ ഡേറ്റ എടുത്തിട്ട് API വഴി വീണ്ടും എൻട്രി ചെയ്യാതെ ഇതിനകത്തോട്ട് നമുക്ക് കയറ്റാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഓട്ടോമേഷൻ വളരെ നമുക്ക് എവിഡൻസ് ട്രാക്ക് ചെയ്ത് എപ്പോഴാണെങ്കിലും, അപ്പോൾ പിന്നെ ഈ ഒരു മീഡിയം സ്ഥാപനങ്ങൾക്കൊക്കെ വളരെ നമ്മൾ അതിലോട്ട് പോകുമ്പോഴത്തേക്കും സീറോ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഒരു അക്കൗണ്ടിങ് പ്ലാറ്റ്ഫോമാണ്. ഒരു സ്മാർട്ടായിട്ടുള്ള റീകൺസിലിയേഷൻ ചെയ്യാവുന്ന AI ആണ് അതിനകത്ത്. അപ്പോൾ ഒരു വളരെ അടിസ്ഥാനത്തിലുള്ള ഇൻസൈറ്റ് നമുക്ക് നൽകും. ശക്തമായ API ഇൻ്റഗ്രേഷൻസ് അതിനകത്ത് സാധ്യമാണ്. അപ്പം എളുപ്പത്തിൽ നമുക്ക് സിസ്റ്റമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ മറ്റു പല സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പലത് പഠിച്ചു കഴിഞ്ഞ് ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എക്സ്പേർട്സിൻ്റെ ആവശ്യം, മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് വളരെ അഫോർഡബിൾ ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രാത്രി 8:30 മണിക്ക് നമ്മൾ തുടങ്ങി 10 മണിയോടുകൂടി തീർന്ന്, അപ്പോൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ബ്രേക്ക് ഔട്ട് റൂമിനകത്തോട്ട് നമ്മൾ പോയിട്ടായിരിക്കും അത് നമ്മൾ പഠിക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ സ്കെയിലബിലിറ്റിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് മെച്ചപ്പെടുത്തും. പിന്നെ വളരെ വലിയ ഫേമുകൾ, അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അവർക്ക് നമ്മുടെ ഹെൽപ്പ് അവർക്ക് വേണ്ടി വരുന്നില്ല. ഹെൽപ്പ് വേണ്ടി വരുന്നത് ഇപ്പോൾ സ്മോൾ ആൻഡ് മീഡിയമാണ്. പിന്നെ ഹിസാബ് കിതാബ് എന്ന് പറയുന്ന, അപ്പോൾ GST ബില്ലിങ്ങും ഇൻവോയ്സിംഗ് ഒക്കെ ചെയ്യാവുന്ന, ഇന്ത്യയിൽ വളരെ വിപുലമായിട്ട് ഇത് ഉപയോഗിക്കുന്നൊരു AI ആണ്. സ്റ്റാർട്ടപ്പുകളൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇടത്തരം ബിസിനസ്സുകൾക്കൊക്കെ വളരെ 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 എളുപ്പത്തിലത് നല്ല ഇൻ്റർഫേസാണ്, കുറഞ്ഞ ചിലവേ ഉള്ളൂ, വളരെ വേഗത്തിലുള്ള ബില്ലിംഗ് സംവിധാനങ്ങളും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ടിങ് പ്രക്രിയ വളരെ ലളിതമായി, പിഴവുകളില്ലാതെ സമയം ലാഭിച്ച്, പിന്നെ ഈ അടിസ്ഥാനമായിട്ടുള്ള കംപ്ലയൻസസ് നമുക്ക് അതാത് സമയത്ത് നമുക്ക് നിറവേറ്റാൻ ചെയ്യുന്നു. തലവേദന വരുന്നില്ല, ഫൈൻ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഫെബി AI എന്ന് പറയുന്നത്, ഫെബി AI പിന്നെ ഈ പ്രധാനമായിട്ടും ഈ അക്കൗണ്ട് പേയബിളും GSTയും ബാങ്കിങ് പ്രക്രിയയും ഒക്കെ വളരെ ഏകീകരിച്ച് വളരെ സമഗ്രമായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. മുഴുവൻ ഫിനാൻസ് നമുക്കവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ മാനുവലായിട്ടുള്ള ഇടപെടൽ വളരെ കുറയ്ക്കാൻ പറ്റും. പക്ഷെ എന്നാൽ ഇത് മാൻ ആൻഡ് മെഷീൻ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. പിശകുകൾ വളരെ വളരെ ഇതായിട്ട് താഴെ പോകുന്നത്. അപ്പം വലിയ സ്ഥാപനങ്ങൾക്ക് ഈ സിസ്റ്റം വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ടും നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ടും, അപ്പോൾ ചിലവുകൾ ഗണ്യമായി കുറയ്ക്കാനായിട്ട്, എഫിഷ്യൻസി വളരെ കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ടാക്സില്ല, അപ്പോൾ ടാക്സില്ല AI, അപ്പോൾ GST ഫയലിങ്ങിന്, റിക്കൺസിലിയേഷൻ പ്ലാറ്റ്ഫോമിന്, ഇപ്പോൾ നമ്മുടെ ഒരു സ്പീഡിലേക്ക് ഗവൺമെൻറ് ഏജൻസി വരുന്നില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്കപ്പോൾ ആ നിലവാരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വലിയ ട്രാൻസാക്ഷൻസ്, വോളിയം ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഈ കംപ്ലയൻസസ് ഒക്കെ വളരെ ഒരു പിശകുമില്ലാതെ വളരെ കുറയ്ക്കാനായിട്ടും, വലിയ കമ്പനികൾക്കൊക്കെ വളരെ അനുയോജ്യമായ രീതിയിലൊരു സിസ്റ്റം, പിന്നെ ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് അതിൽ കൂടെ നമുക്കൊരു സ്കെയിലബിലിറ്റി, വിശ്വാസ്യത, ബ്രാൻഡിങ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ഇനി അവലാര ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു GST ആണ് കൂടുതൽ അതിൽ കൂടെ. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ GST ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റിയ നല്ല പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ITC ഒരു റിക്കൺസിലിയേഷൻ നമുക്ക് പലപ്പോഴും ചെയ്യാം. പിന്നെ നമുക്ക് സങ്കീർണമായ പ്രക്രിയകൾ വളരെ ലളിതമാക്കി നിയമാനുസരണമായിട്ട് ഡേറ്റ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്റ്റാഫുകൾ മാറിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് വളരെ സഹായകരമായിരിക്കും. ഡേറ്റയിൽ ആർക്കും തൊട്ട് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓഡിറ്റ് 360, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കൽ സംഭവമാണ്. അതിൻ്റെ ഒരു പ്രവാഹം, ഒരു പൂർണ്ണമായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. ക്രമബദ്ധമായ ഓഡിറ്റ്, അപ്പം നമുക്ക് ഡോക്യുമെൻറ്റേഷൻ, ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ്, കംപ്ലയൻസസ്, ഇതെല്ലാം വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട്, അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ്സ് ഇങ്ങനെ ആവുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എത്രമാത്രം ഈസി ആവും. അപ്പോൾ ഓഡിറ്റർമാർക്ക് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അനുയോജ്യമായ രീതിയിൽ ഒരു സമഗ്ര പരിഹാരമാണ് നമുക്ക് ഇതിൽ കൂടെ കിട്ടുക. കോംപ്ലൈനിറ്റി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നിയമാനുസൃതമായൊരു ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ റെഗുലേറ്ററി ആവശ്യങ്ങൾ പാലിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പിന്നെ
ഡെഡ് ലൈനുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നിയമത്തിൻ്റെ മാറ്റങ്ങളൊക്കെ അതനുസരിച്ച് ഇതിൽ മാറ്റം വന്നുകൊണ്ടും കോംപ്ലക്സ് അപ്ഡേറ്റുകളൊക്കെ ടാസ്കൊക്കെ അപകട സാധ്യത വളരെ കുറയ്ക്കും. ഇതിലൂടെ സ്ഥാപനങ്ങൾക്കൊരു സ്ഥിരമായ ഒരു നിയമാനുസരണം ഉറപ്പാക്കാനും കംപ്ലയൻസസ് അതേപോലെ തന്നെ പിന്നെ അവരുടെ എഫിഷ്യൻസി കൂട്ടാനും പറ്റും. അതുപോലെ തന്നെ മറ്റ് വളരെ പ്രബലമായ ഒരു AI ആണ് മൈ ഓഡിറ്റ്. അതിനകത്ത് ഒരു ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും ശരി ഏകീകൃതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടൂളാണ്. വളരെ നല്ല ഒരു ടൂൾ, വളരെ ലളിതമായിട്ട് ക്രമീകരിച്ച് ഏകീകരിച്ച്. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓൾറെഡി ഓഡിറ്റ് പഠിച്ച ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് ഏതെങ്കിലും 2-3 ടൂളിൽ അവർ എക്സ്പെർട്ടായി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല എബ്രോഡും. അപ്പോൾ വളരെ ഗുണമേന്മയോട് കൂടി നമുക്ക് അപ്പോൾ ഉയർന്ന ടീമുകൾക്ക് ഏകോപനപരമായി പ്രവർത്തിക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഓഡിറ്റേഴ്സ് ഡെസ്ക് എന്ന് പറയുന്ന, അപ്പോൾ അത് കുറേ സ്ഥാപനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ടീമുകൾക്കായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു ടീമായിട്ട് തന്നെ ടീം അംഗങ്ങൾ തമ്മിൽ ഡേറ്റ പങ്കിടലും അപ്പോൾ പ്രവർത്തനം ട്രാക്ക് ചെയ്യാനായിട്ട് റിയൽ ടൈം അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ട് എളുപ്പമാകുന്ന രീതിയിൽ ഓഡിറ്റ് പ്രക്രിയ വളരെ വേഗത്തിലാക്കി സഹകരിച്ച് മുന്നോട്ട് നമുക്ക് പോകാനായിട്ട്. അപ്പം നമ്മുടെ ക്വാളിറ്റി ഓഡിറ്റ് വളരെ നല്ല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് സോഫ്റ്റ്വെയർ, ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള AI ഉണ്ട്. പാലിക്കാനായിട്ട് വളരെ എളുപ്പത്തിലായിട്ട് റിസ്ക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് നേരിടുന്ന റിസ്ക്കുകൾ കുറയ്ക്കാനായിട്ട് ഓഡിറ്റിൽ വളരെ കൃത്യത ആ സമയത്ത് തന്നെ അപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തെടുക്കാനായിട്ടുള്ള സഹായിക്കുന്ന രീതികളാണ് ഇതിനകത്തോടെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഈ ബോർഡ് കീപ്പർ എന്ന് പറയുന്നൊരു AI ഉണ്ട്. ബോർഡ് കീപ്പർ നല്ലൊരു ഓട്ടോമേറ്റിംഗ് ടൂളാണ്. അപ്പോൾ ഒരു ബുക്ക് കീപ്പിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ വളരെ മിനിമം മതി അതിനകത്ത്. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ് AI ഭംഗിയായിട്ട് ചെയ്തോളും. പിന്നെ ആദ്യകാലത്ത് നമ്മളിത് പഠിച്ചു വരുമ്പോൾ അപാകതകൾ അതൊക്കെ നമ്മൾ ഒരു 2-3 മാസം കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ്ലി തീർന്നു കിട്ടും. സമയം ലാഭിക്കാം, പിശകുകൾ കുറയ്ക്കാം, സ്ഥാപനങ്ങൾക്ക് വളരെ കൂടുതൽ കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെക്കുറിച്ചുള്ള റിലയബിലിറ്റി, നിയന്ത്രണം, ഇതെല്ലാം. അപ്പോൾ ഈ നമ്മളുടെ കയ്യിൽ പറ്റുന്ന പിഴവ് കൊണ്ട് നമ്മൾ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ മുന്നേ പോയി തല കുമ്പിടേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ നല്ലൊരു ടൂളാണ് വിക് AI എന്ന് പറയുന്നത്. നല്ലൊരു അപ്പോൾ ഓട്ടോ കോഡിംഗ് ആണ്. പിശക് കണ്ടെത്താനായിട്ട് വളരെ കൃത്യതയോടുകൂടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള AI സിസ്റ്റമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അനോമലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് പെട്ടെന്ന് സഹായിക്കും. പിന്നെ കൃത്യത വർദ്ധിപ്പിക്കുന്നു, സങ്കീർണത കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് റിലയബിൾ പാറ്റേണുകൾ കണ്ടെത്തി അതിലൂടെ നമുക്കൊരു ഫൈനാൻഷ്യൽ കൺട്രോൾ നമുക്ക് ശക്തമായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഇനി ഡെക്സ്റ്റ് OCR എന്ന് പറയുന്നത്, OCRൻ്റെ പറയാമല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള ഡോക്യുമെൻ്റൊക്കെ ആണല്ലോ, അതിനെ സ്വയം സ്കാൻ ചെയ്ത് അക്കങ്ങളിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിലവുകൾ നമുക്ക് സ്വയം കണ്ടെത്തി എടുക്കാവുന്ന, അപ്പോൾ റെസീറ്റ് സ്കാനിങ് ലളിതമാക്കി ഡേറ്റ എളുപ്പത്തിൽ അക്കൗണ്ടിങ് ചെയ്യാവുന്ന രീതിയിൽ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിന് നമുക്ക് മാനുവൽ എൻട്രി വളരെ വളരെ കുറച്ച് മതി. അപ്പം ചിലവ് നന്നായിട്ട് നിയന്ത്രിക്കാനായിട്ട് പറ്റും, എഫിഷ്യൻസി വളരെ കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഓട്ടോ എൻട്രി എന്ന് പറയുന്ന ഇതും, അപ്പോൾ ഓട്ടോ എൻട്രിക്കകത്ത് ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഇൻവോയ്സുകൾ സ്വയം അക്കൗണ്ടിങ് ഡേറ്റ ആയിട്ട് മാറുകയാണ്. ഓട്ടോമേഷൻ ടൂളാണ്. അപ്പം എംപ്ലോയീസ് അയച്ചു കഴിഞ്ഞാൽ പോലും അതുപോലെ നമുക്ക് പിന്നെ വാട്സപ്പിൽ നിന്ന് എടുത്ത് ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ OCR AI ഉപയോഗിച്ച് ഡേറ്റ എൻട്രി വളരെ കൃത്യമായിട്ട് ഇതിലോട്ട് പോകാനായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ ആധാരങ്ങളൊക്കെ ചിലപ്പോൾ വായിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തതയൊക്കെ കുറവായിരിക്കും. പക്ഷെ അത് നല്ല ഹൈ സ്കാനർ ഇട്ടിട്ട് നമ്മളത് കൊടുത്തിട്ട് AI കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് അവർ പിന്നെ കൃത്യമായിട്ടത് അവരൊരു ഗസ് ചെയ്ത് നമുക്ക് നമ്മൾ എത്ര തിരിച്ചു മറിച്ചും ലെൻസൊക്കെ വെച്ച് നോക്കിയാൽ കിട്ടാൻ കഴിഞ്ഞാൽ കൂടുതൽ ആക്യുറസി, അതിൻ്റെ കോൺസിക്വൻസസ്. അപ്പോൾ ഈ ഒരു പിന്നെ OCRൻ്റെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ AI ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലോഹിക്കകത്ത് വളരെ എളുപ്പമാണ്. ആ പ്രക്രിയ വളരെ വേഗത്തിലാക്കാൻ പറ്റും.
അക്കൗണ്ടിങ് പ്രവർത്തനം വളരെ കൂടുതലായിട്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസുമായിട്ട് ചേർന്ന് പല വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് ഓഡിറ്റുകളൊക്കെ ഞാൻ പലതും ഏൽപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ AI അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അതിൻ്റെ GST റിക്കൺസിലിയേഷൻ, അപ്പോൾ ഹൈപ്പർ ഓട്ടോമേഷനാണ് അതിനകത്ത് നൽകുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട്. അപ്പോൾ CMRക്ക് ഒരു പൂർണ്ണ അക്കൗണ്ടിങ് പ്രവർത്തനങ്ങൾ, അപ്പോൾ അത് ഈസിയായിട്ട് അതിൽ നമ്മുടെ ക്ലയൻറ്റിനെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സഹായിക്കാനായിട്ടും നിയന്ത്രിക്കാനായിട്ടും സമയം ലാഭിക്കാനായിട്ടും കൃത്യത വർദ്ധിപ്പിക്കാനായിട്ടും, അപ്പോൾ ക്ലയൻറ്റുകളെ കുറച്ചുകൂടെ കൂടുതൽ കാര്യക്ഷമമാക്കി അവർക്ക് സഹായം എത്തിക്കാനായിട്ടൊക്കെ പറ്റിയ ഒരിതാണ്. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് വ്യാപാർ ടാക്സ് ഓൺലൈൻ. അപ്പോൾ പ്രധാനമായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടൻസ് അതിനകത്ത് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. GST ഫയലിംഗ് എല്ലാം, റിക്കൺസിലിയേഷനും ക്ലയൻറ്റ് മാനേജ്മെൻറ്റും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് സവിശേഷതകൾ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡേറ്റ റീക്യാപ്ചർ ചെയ്യാനായിട്ട്, അപ്പോൾ GST റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട്, ഇപ്പോൾ ടാലി ആയിട്ട് നമുക്കത് സിങ്ക് ആകാനായിട്ട് ഉപയോഗിക്കാം. വലിയ തോതിലുള്ള GST ഫയലുകളുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഒത്തുനോക്കാനായിട്ടും, അപ്പോൾ ക്ലയൻറ്റ്സിന് നമുക്ക് കൃത്യമായിട്ട് റിമൈൻഡേഴ്സ് കൊടുക്കാനായിട്ടും ടാലി, എക്സൽ, അപ്പോൾ എക്സലിനൊക്കെ ഇപ്പം AIക്കകത്തോട്ട് എക്സലിനൊക്കെ ഉപയോഗിക്കാവുന്ന ടൂളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ അതിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം AI അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന് കണ്ടെത്തി തരാനായിട്ട്. അപ്പോൾ പിന്നെ GST പോർട്ടലിൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഓട്ടോമേഷൻ ടൂളുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ ഏറ്റവും അനുയോജ്യമായിട്ട് ഈ ഒറ്റയാനായിട്ടുള്ള CA പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് പോലും ഇതിൽ പല സംഭവങ്ങളും ഏകദേശം 80%, കൂടുതൽ 80% മാനുവൽ ജോലികൾ നമുക്ക് കുറയ്ക്കാം. പിന്നെ ഈ ടാലി പ്രൈമിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഇതുമായിട്ട് AI ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, അപ്പോൾ അക്കൗണ്ടിങ്, GST ഓട്ടോമേഷൻ, ഇതിൻ്റെ സവിശേഷതകളെല്ലാം, അപ്പോൾ ഓട്ടോ റീകൺസിലിയേഷൻസ് ആൻഡ് GST റിട്ടേൺസ് തയ്യാറാക്കൽ, ദിനംപ്രതി അക്കൗണ്ട് നമുക്ക് വളരെ നിയമാനുസരണമായിട്ട് GST ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്, ബാങ്കിങ് API ചേർന്ന് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട്, പിന്നെ ഒറ്റത്തവണ നമ്മൾ എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും, അപ്പോൾ ഇങ്ങനെയുള്ള നമുക്കുള്ള സാധ്യതകൾ ഇതിനകത്ത് വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത്. അപ്പോൾ അതിനകത്തൊക്കെ AI വന്നു എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള മാറ്റം. അപ്പം ഇതിനകത്തെല്ലാം AI ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും AIയുടെ ഒരു മാറ്റം. പിന്നെ AI ടാക്സേഷൻ ആൻഡ് GST സ്പെഷ്യലിസ്റ്റ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് സൈഗ്നെറ്റ് നമ്മൾ GST പ്രവർത്തനത്തിന് വലിയ സ്ഥാപനങ്ങൾക്കായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ്. മൊത്തം ആക്ടിവിറ്റി നമ്മൾ ഉയർന്ന തോതിലുള്ള, അപ്പോൾ അവിടെ ഡേറ്റ കൈകാര്യം ചെയ്യാം, കൃത്യതയുള്ള ITS കണക്കാക്കിയെടുക്കാനായിട്ട് പറ്റും. റിയൽ ടൈം കൺസിലിയേഷൻ നടക്കും. പിന്നെ മൾട്ടി ലൊക്കേഷനിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. വലിയ വോളിയം ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ടിത് മാനുവലി ചെയ്യുമ്പോഴുള്ള വളരെ പിശകുകൾ കുറയ്ക്കാനായിട്ട്, ഓഡിറ്റ് സമയത്തുള്ള കൃത്യതകളൊക്കെ, ഇപ്പോൾ കോർ ബാങ്കിങ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അവിടെ വർക്ക് കുറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ പറ്റുന്നുണ്ട്. പിന്നെ ഈസ് മൈ GST എന്ന് പറഞ്ഞ മറ്റൊരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ അവിടെ നമുക്ക് GST ഫയലിങ്ങും റിക്കൺസിലിയേഷനും റിട്ടേൺ മാനേജ്മെൻറ്റും നമുക്ക് ഇൻ്റർഫേസുകളൊക്കെ വളരെ ഈസി ആയിട്ടാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടാണ്. ഇപ്പോൾ റിമൈൻഡർ സിസ്റ്റമൊക്കെ വളരെ നന്നായിട്ടത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത് നമുക്കൊരു ഇടത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ CFMകൾക്കൊക്കെ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. GST പ്രവർത്തനങ്ങൾ വളരെ ലളിതമായി ഇത് സഹായിക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റും. ഇനി അതുപോലെ തന്നെ ഈ ജെൻ GST എന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അവിടെ ഡെസ്ക്ടോപ്പ് അടിസ്ഥാനമാക്കിയുള്ള GST സോഫ്റ്റ്വെയർ ഫയലിംഗ് സവിശേഷതകൾ നമ്മൾ നോക്കുമ്പോൾ പ്രവർത്തനം, വിവിധ GST റിട്ടേൺസ്, പിന്നെ പല ഫോർമാറ്റുകൾക്ക് ഇത് മൾട്ടി ഫോർമാറ്റ് പിന്തുണ നൽകുന്നുണ്ട്. പിന്നെ ഇൻ്റർനെറ്റിൽ ആശ്രയിക്കാതെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഫയലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നമുക്ക് ചെയ്യാം. പിന്നെ വിവരണം തന്നെ വളരെ ലളിതമായി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വിശ്വാസ്യത വളരെ ഉറപ്പായിരിക്കും. ബ്രാൻഡിങ്ങിനും വളരെ നല്ലതാണ്. അതുപോലെ വിൻമാൻ CA ERP എന്ന് പറയുന്നത്, അപ്പോൾ ടാക്സ് ഓഡിറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏകീകരിക്കുന്ന ERP സവിശേഷതകൾ, ക്ലയൻറ്റ് മാനേജ്മെൻറ്റ്, ടാക്സ് ടേക്കിംഗ്,